ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങ് നമ്മുടെ പ്രകാശനും അതുപോലെ തന്നെ കല്യാണിയും കിരണും എല്ലാവരും കോടതിയിലേക്ക് വരുക കേട്ടോ. അപ്പോൾ കോടതിയിലേക്ക് എത്തുമ്പോഴും പ്രകാശിന്റെ മുഖത്ത് ഭയങ്കര ചിരിയും സന്തോഷമൊക്കെയാണ്. ലക്ഷ്മി വരില്ലല്ലോ എന്നാലോചിച്ചിട്ടുള്ള ചിരിയും സന്തോഷവും കേട്ടോ. അവിടെയാണ് എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത്. ലക്ഷ്മി വരുന്നതും ലക്ഷ്മി കോടതിക്ക് മുമ്പിൽ 25 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അന്ന് പ്രകാശിന്റെ അമ്മയും കൂടി ചെയ്ത കാര്യങ്ങളും കാർത്തിക എന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ എടുത്തിട്ട് റോഡിന്റെ അരികിൽ കൊണ്ട് ഉപേക്ഷിച്ച കാര്യങ്ങളൊക്കെ പറയാണ്. അത് മാത്രമല്ല, ദീപേനെ വീണ്ടും ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ജഡ്ജി. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും എൻ്റെ മോള് കല്യാണിനും ഇതുപോലെ ചെയ്തായിരുന്നു, ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിച്ചപ്പോൾ ഇവരൊരു കുപ്പത്തൊട്ടിൽ കൊണ്ട് ഇട്ടായിരുന്നു എന്നൊക്കെ പറയണം. അപ്പം അതിന് തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ തെളിവും കാര്യങ്ങളൊക്കെ നമ്മുടെ കിരണും കല്യാണിയൊക്കെ സംഘടിപ്പിച്ച് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുകയാണ്. അങ്ങനെ പ്രകാശനും അമ്മയും ഒരുപാട് ക്രൂരതകൾ ചെയ്യുന്ന ജഡ്ജിക്ക് മനസ്സിലാവുമ്പോൾ പ്രകാശനെ മാത്രമല്ല അമ്മേനെയും കൂടിയിട്ട് കോടതിയിൽ ശിക്ഷ വിധിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അമ്മൂമ്മയാണെങ്കിൽ ഈ പ്രായത്തിൽ ഞാൻ എന്തിനാ ജയിലിൽ പോണത്, അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണ്, ഇത്രയും വയസ്സായി ഞാൻ എന്നെ വെറുതെ വിട്ടൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. കോടതി പറയുന്നുണ്ട്, എത്ര വയസ്സായാലും പ്രായം കുറഞ്ഞാലും പ്രായം കൂടിയാലും എല്ലാവർക്കും നിയമവും നീതിയൊക്കെ ഒന്ന് തന്നെയാണ് എന്ന് പറയും. അതിനുശേഷമാണ് തന്നെ അമ്മൂമ്മ പൊട്ടിത്തെറിക്കാണ് പ്രകാശനോട്. നീ പറഞ്ഞല്ലേടാ ആ ലക്ഷ്മി എന്ന് പറഞ്ഞ സാധനം കോടതിയിൽ വരില്ല, നീ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. എന്നിട്ട് എല്ലാം കുളമായല്ലോ, എല്ലാത്തിനും കാരണം കൊണ്ട് ഇപ്പം നീ കാരണം കൊണ്ട് ഞാനും കൂടി ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നു. വിക്രം അവനും ജയിലിൽ കിടക്കുമായിരിക്കും, അവനിപ്പോൾ എന്തെങ്കിലുമൊക്കെ കള്ളക്കേസ് കൊടുത്ത് ഇവർ ജയിലിലാക്കും, നമ്മുടെ അവസാനം ജയിലിൽ തന്നെയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മൂമ്മ ആകെ പൊട്ടിക്കരയാണ്. പ്രകാശിനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ പ്രകാശിനെ അമ്മൂമ്മേനെയൊക്കെ ജയിലിൽ പിടിച്ച് കിട്ടുന്ന കാഴ്ചകളായിട്ട് നമ്മൾ ഈ ഒരു കോടതി വിധിക്ക് അവസാനം കാണാൻ പോണത്. എന്തായാലും പ്രകാശനും അമ്മൂമ്മയും തന്നെ തോൽക്കും, കൂടെ വിക്രവും ഉണ്ടാകും. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.